എന്തൊക്കെയുണ്ട്? സുഖമാണ്. കുറെ മാസമല്ലേ നമ്മള്? അതെ, ഇതുണ്ട് ഉഷാറല്ലേ? പിന്നെ ഞാൻ കൊറേ കാലായി നമ്മളെ മറുദാനെ ഇങ്ങനെ വിളിച്ച് കാണണമെന്ന് പറയും. കോഴിക്കോട് വരും, പിന്നെ പെട്ടെന്ന് വേറെന്താ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ കാണാൻ ഇതുവരെ പറ്റിയില്ല. ഇന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഫാറൂഖിന് ഇപ്പോ ഞങ്ങൾക്കും കാണാൻ കിട്ടുന്നില്ല. അവാർഡ് കിട്ടിയ ശേഷം സെലിബ്രിറ്റി ആയി. ഫാറൂഖിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണം കാണണമെങ്കിൽ. നമ്മളല്ലേ സർവീസില് കുറച്ചും കൂടി ആക്റ്റീവ് ആകേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. ഈ അവാർഡും ചെയ്തതല്ല, ഇനി ചെയ്യാൻ കിടക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങളെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കുറച്ച് ബിസിയാണ്. വർക്ക് ചെയ്യാനുള്ള ഓട്ടത്തിലല്ല. സിസ്റ്റം വളരെ മോശമാണ്, ചെയ്യാൻ പറ്റുന്നില്ല പലതും. അതിന്റെ അസ്വസ്ഥ. മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വിമർശനമൊന്നുമില്ല. ഇന്ന് നാഷണൽ ഹെലൻ കെല്ലർ അവാർഡിയാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും, പലരും ചോദ്യം ചെയ്യപ്പെടും. അതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് സാബിതിനെ പോലെ കുറെ ആളുകൾ ബന്ധം പുതിയ കാലത്തിലേക്ക് അത്യാവശ്യമാണ്. ഗഫൂറിന്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ജീവിച്ചു പോകുന്ന? അങ്ങനെ പോകുന്നുണ്ട്. ഭാര്യ, 3 മക്കള്, പിന്നെ അങ്ങനെ പോണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന? ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷം പിന്നെ കുറെ ആൾക്കാരെ വിചാരം എന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അതല്ല, ശരിക്കും ഞാൻ ആദ്യം ചെയ്യുന്ന സംഭവം വീഡിയോ ചെയ്യുന്നതാണ്. മുമ്പ് ചെയ്യുന്നത് വീഡിയോ ആക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. ഞാൻ നീന്തുന്നത് കണ്ടിട്ട് തന്നെ ഒരുപാട് കാല് വയ്യാത്ത ആൾക്കാരെ പിന്നെ വിളിച്ചിരുന്നു. അതുപോലെ പോലെ ഞങ്ങൾക്ക് എന്താ ഒരു കാലില്ലാത്ത ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് 2 കാലിലാണ് നിങ്ങൾ നീന്തുന്നുണ്ടല്ലോ, അപ്പോ നമുക്കും നീന്താമല്ലോ. അതുപോലെ ഒരു പ്രചോദനമായി എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ട്. അല്ലാതെ അത് കറക്റ്റാണ്. ഇപ്പൊ ഗഫൂറിന്റെ പ്രവർത്തനല്ലേ കുറച്ചും കൂടി ഒന്ന് ദ്വീപിലൊന്ന് നീന്തണം. അതിന്റെ ഒരു ആഗ്രഹമുണ്ട്, ദ്വീപിൽ വന്നിട്ട് ഒന്ന് ചാടി നീന്തണം മുങ്ങണം എന്നൊക്കെ ഉള്ള. ഈ വീഡിയോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളുള്ള കഴിവുകള് നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക്സ് കിട്ടാനുണ്ട്. ഐ എം ഓക്കെ എന്നുള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാന് നന്നായിട്ട് പാട്ട് പാടും, ഞാൻ പാട്ട് പാടും. നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കും. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പാഷൻ ഉണ്ട്. അപ്പോ ഈ ഭിന്നശേഷി മേഖലയിലുള്ള ആളുകള് സ്വാഭാവികമായിട്ട് അവരുടെ കഴിവുകള് മറ്റൊരു കാര്യം ഇൻസ്പിറേഷൻ ആണ്. ആളുകൾ പലതും പറയും വീഡിയോ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഭിന്നശേഷി മേഖല നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അത് അയ്യോഭാവുന്നുള്ള മനോഭാവം ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആവാൻ ചെയ്യും ഭിന്നശേഷി മേഖല കുട്ടിക്കാണ്. ആ കുട്ടി വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കാണുന്നതിൽ അവൻ ചിന്തിക്കുന്നത് എനിക്കും എന്ത് ഗഫൂർ ഖാനെ പോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഇതൊരു മോട്ടിവേഷനാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിപ്പോ അത് പലതും പറയും. ആ നെഗറ്റീവ് ടോക്കിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആളുകൾ ഇപ്പോ നെഗറ്റീവ് എല്ലാത്തിനും വിമർശിക്കുക എന്നുള്ളത് കണ്ടുവരുന്ന പ്രവണതയാണ്. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ പറ്റുന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഞാൻ താമരശ്ശേരി ഇവിടെ ഇരിക്കുന്നത് ഗഫൂർ ഈ മേഖലയിൽ ഞാൻ ആ മരം വെട്ടുന്നൊക്കെ കണ്ടപ്പോലെ ഞാൻ തന്നെ അനുഭവപ്പെടും. മരത്തിന്റെ മേലെ കയറി മരം വെട്ടുകയാണ്. അത് വീട്ടിന്റെ അകത്തുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭിന്നശേഷിക്കാരൻ പറയും എനിക്ക് പറ്റും എന്ന് പ്രൂവ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ്. അതൊക്കെ എന്നും പ്രൊമോട്ടഡ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുക. വിമർശനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാത്തവരാ. ഞാനിപ്പോ മരത്തിലൊക്കെ കയറി ചാടും. വെള്ളത്തിൽ ഇതൊക്കെ ആദ്യമേ ചെയ്യുന്ന സംഭവമാണ്. മരത്തിലെ ഞാൻ എന്റെ മുകളിൽ എത്തണമെങ്കിൽ തന്നെ എനിക്കൊരു കൈ വേണ്ടേ, എന്റെ മുകളിൽ എത്തണമെങ്കിൽ. ഇപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ട് വെച്ചാൽ ഞാനിപ്പോ ഫുട്ബോൾ, ഞാൻ ദിവസം ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. കൈ കൊണ്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. രാവിലെ വൈകുന്നേരം ഫുട്ബോൾ കളിക്കും. അപ്പൊ ശരീരം നമ്മളെ പവറായി. ഇപ്പൊ നമുക്ക് എന്താ പറയുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഇപ്പൊ ഫുട്ബോളിലേക്ക് എത്താൻ കഴിയില്ല. കുറച്ചൊന്നും തടിച്ചപ്പോ ഇപ്പൊ മെത്തമേലൊക്കെ കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പണ്ടത്തെ അത് കഴിയൂല, എന്നാലും അതെ. പിന്നെ പിന്നെന്താ പറയാ, ഞാൻ എന്റെ മക്കളെ എടുക്കുക എങ്ങനെ വെച്ചാൽ പുറത്തേക്കാണ്. എല്ലാരും എന്താ ചെയ്യാ, ഇങ്ങനെ അല്ലാത്ത രീതിയിലല്ല എടുക്കുക. അപ്പൊ നമ്മളതായുള്ള രീതിയിലേക്ക് മാറ്റാന്നുള്ളതാ. ഫുട്ബോൾ കാലോണ്ട് കളിക്കുന്നത് വെച്ച് കൈകൊണ്ട് കളിക്കാനേ കഴിയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റിയെടുത്ത് അപ്പൊ നമ്മക്ക് ഏത് രീതിയിലാണോ പറ്റുന്നത് ആ രീതിയിലേക്ക് മാറ്റുക. ഈ സിമ്പതി എമ്പതി രണ്ട് സംഭവം. ഈ സമൂഹം ഭിന്നശേഷിക്കാരനെ കാണുന്നത് വളരെ സിമ്പതിയിലായിരുന്നു.
അയ്യോ പാവം എന്നുള്ള സംഭവമാണ്. യഥാർത്ഥത്തില് ഈ ലോകത്തിലെ പ്രത്യേകത്തിൽ പ്രധാന ശാപം എന്ന് പറയുന്നത് ഈ സിമ്പതി, അയ്യോ പാവം മനോഭാവം. നേരെ മറിച്ചിട്ട് എമ്പതി, ഞാനാണ് അങ്ങനെയെങ്കിൽ എന്നുള്ളൊരു അത് മറ്റേയാളുടെ ഷൂല് കയറിയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് എന്റെ എമ്പതി. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വളരെ ഇതാണ്, നിങ്ങൾ മറ്റുള്ളവർ പിന്നെ കാലുകൊണ്ട് കളിക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് കളിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ എക്സ്പ്ലോർ ചെയ്യാൻ, നിങ്ങൾക്ക് കാലിൽ വയ്യാവുന്ന ഒരു അവയവം കൊണ്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോ അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും മോട്ടിവേഷൻ തന്നെയാണ്. മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ, പൂർണ്ണമായിട്ടും മോട്ടിവേഷൻ ആണ്. അപ്പം നമ്മള് സമൂഹത്തിന് കൊടുക്കുന്ന റിഫ്ലക്ഷൻ ഉണ്ട്. നമുക്ക് കിട്ടിയ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു കഴിവാണെങ്കിലും അതുകൊണ്ട് നമ്മൾ തൃപ്തി അടയാമെന്നാണ്. ഈ മനുഷ്യന്റെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ, മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. കാരണം എന്താ പറയുക, ആർക്കും തൃപ്തിയില്ല, ഒന്നും തൃപ്തിയില്ല, കിട്ടിയ തൃപ്തിയില്ല. ഇപ്പൊ രണ്ട് കാലം വയ്യാത്ത നിങ്ങളെ കാണുമ്പോൾ മാത്രമേ അവൻ ചിന്തിക്കുള്ളൂ, എനിക്ക് രണ്ട് കാലില്ല, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളരെ കൂളായിട്ട് നടക്കുന്നല്ലോ എന്ന് ചിന്തിക്കുക. അപ്പൊ മാത്രം മനുഷ്യൻ. ഓക്കെ, ആ ഒരു എംപതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശവും. ഞാനും പറഞ്ഞ എനിക്ക് പറ്റില്ല, എന്റെ വീട്ടിലായിരുന്നു ഞാൻ ചെയ്തെങ്കിൽ ഇങ്ങനെ ഒരു ഫാറൂഖ് ഉണ്ടാവില്ലായിരുന്നു, ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാവില്ലായിരുന്നു. അത് പ്രൂവ് ചെയ്തതാണ്. ഞാൻ ദൈനംദിന യാത്ര ചെയ്യുന്നു, മാക്സിമം എനിക്ക് ഉറക്കം നന്നായിട്ട് വേണം. അപ്പോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം, നമുക്ക് കഴിവുണ്ടെന്ന് പ്രൂവ് ചെയ്യാം. എല്ലാം അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അത്രേ ഉള്ളൂ. ഭയങ്കര സന്തോഷം ഗഫൂറിനോട് സ്പെൻഡ് ചെയ്യാനും, ഇങ്ങനെ വന്ന് കണ്ടല്ലോ, അങ്ങോട്ട് വന്ന് കാണണ്ടായിരുന്നു. ഒരുപാട് ദിവസം കാണാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള ഒരുപാട് ആൾക്കാർ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും വണ്ടി വേണമല്ലോ ഇപ്പൊ പുറത്തേക്ക് പോകണമെങ്കിലൊക്കെ. ഒരു ലൈസൻസ് കിട്ടാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല്, അവരൊക്കെ പറയുന്നത് ഇതായിരിക്കും, അവർക്ക് കൈ കൊണ്ട് കഴിയൂല, അല്ലെ കാലുകൊണ്ട് എന്തായാലും കഴിയൂലല്ലോ. അപ്പൊ കൈ കൊണ്ട് ഇതിനെ ബ്രേക്ക് അടിക്കാനും ഇതൊന്നും പറ്റൂലാണ്. ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജി വളർന്ന ഒരു സമയമാണ്. അപ്പോ ഏത് രീതിയിലും അവർക്ക് ഡ്രൈവ് ചെയ്യാൻ അതിൻ്റെതായുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരിപ്പോ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോ അവനെ ഒന്ന് വണ്ടിയെ ഒന്ന് ഓട്ടി കാണിച്ചു കൊടുത്തവർക്ക് ലൈസൻസ് കൊടുക്കുക എന്നുള്ള ഒരു നിയമത്തിൽ എത്തണം. അത് ഗവൺമെന്റ് എത്തണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലം എന്താ അറിയോ, ഗവൺമെന്റ് ഒക്കെ പറയുന്നുണ്ട് എങ്ങനെ നമ്മൾ പിന്നെ വികലാംഗർക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാം ചെയ്തിരുന്നുണ്ട്, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു. പക്ഷെ അവരൊക്കെ ചെയ്യുന്നത് എന്താ അറിയോ, ഈ സംഘടനകളാണെങ്കിൽ ഇവർക്ക് പെൻഷൻ കിട്ടുന്നത് നോക്കണേ മാത്രമേ ഉള്ളൂ. ഒരു പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കട്ടെ എന്നുള്ളതാണ്. അവർക്ക് ഡ്രൈവ് ചെയ്ത് ജീവിക്കാൻ അങ്ങനെ ജീവിക്കട്ടെ. അതൊരു പോയിന്റ് ആണ് ഗഫൂർക്ക പറഞ്ഞ പോലെ. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ പ്രൂവ് ചെയ്താൽ അത് നടപ്പിലെടുത്തേണ്ട സാഹചര്യം അതിക്രമിച്ചു. അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മളിലൂടെ ചെയ്യാവുന്നത് അത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അത് ഏതൊക്കെ തരത്തില് അതിന്റെ ഗവൺമെന്റ് സാധ്യതകളുണ്ടോ, നിയമ സാധ്യതകളുണ്ടോ, ഒരാൾ ചെയ്യുമെന്ന് കോൺഫിഡൻസ് ഇത് പ്രൂവ് ചെയ്ത സാധനം അത് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമുക്ക് ചെയ്യാം. അത് നടക്കുമെന്ന് നിങ്ങളൊക്കെ സോഷ്യൽ വർക്കൊക്കെ എങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ, ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞ പോലെ. ഈ വാഹനത്തിന്റെ കേസില് ഇപ്പൊ ഭിന്നശേഷിക്കായിട്ടുള്ള ഒരുപാട് ആളുകൾ വാഹനം ഓടിക്കാറുണ്ട്. രണ്ട് കൈകൊണ്ട് മാത്രം ഒരു വാഹനം കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഭിന്നശേഷിക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് വാഹനങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ സത്യം. അത് മീൻസ് അതിന് അതോറിറ്റി ഇറക്കുന്ന വാഹനമായിരിക്കില്ല. ഇപ്പൊ ഒരു ടാറ്റ ഇറക്കുന്ന വാഹനം അല്ലെങ്കിൽ ഒരു ബെൻസ് ഇറക്കുന്ന വാഹനം എന്ന് പറയുന്നത് സാധാരണ എല്ലാ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഇറക്കുന്നതാണ്. അപ്പോൾ കമ്പനി ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് അതായിരിക്കും അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു ഗ്രില്ല് മാറ്റിയാൽ പോലും ആ വാഹനം ആൾട്ടർ ചെയ്തെന്നൊരു പേരിലാണ്. ഒരു ബുള്ളറ്റിന്റെ അതിന്റെ സൈലൻസർ മാറ്റിക്കഴിഞ്ഞാൽ അത് ആൾട്ടർ ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഈ ആൾട്ടർ ചെയ്ത വെഹിക്കിൾ എന്ന് പറയുന്നത് കമ്പനി പറയുന്ന, അത് കമ്പനിയും ഒരു പോളിസി ഉണ്ട്. ഞങ്ങൾ ഇറക്കുന്ന പോലെ, ഞങ്ങൾ ഡിസൈൻ ചെയ്ത പോലെ വാഹനം ഇറക്കാൻ പാടുള്ള ഒരു പോളിസിയിലാണ് ഒരു വാഹനം ഡിസൈൻ ചെയ്യുക. അപ്പൊ അതിൽ ചെറിയൊരു ആൾട്ടർനേഷൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരാൾ ടാക്സി ഓടിക്കാൻ കഴിഞ്ഞാൽ എളുപ്പം ഈസി അല്ല. കാരണം നിങ്ങൾ മനോഹരമായിട്ട് ഓട്ടോ ഓടിക്കുന്നു, ഇവിടെ വന്നു ഇങ്ങോട്ട് വരുന്നത് എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾ കസ്റ്റമൈസ് ആയിട്ടുള്ള ഓട്ടോ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി നിങ്ങൾക്ക് കൈകൊണ്ട് എല്ലാം പ്രവർത്തിക്കാൻ 100% സേഫ് ആയിരിക്കും. പക്ഷെ അത് എന്ത് ചെയ്യുക, ഒരു കോമൺ നിങ്ങൾക്ക് ടാക്സി ഓടിക്കാനുള്ള പെർമിഷൻ ഗവൺമെന്റ് തരില്ല. പോളിസി പ്രകാരം കസ്റ്റമൈസ്ഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ ആ നിയമങ്ങളൊക്കെ മാറിയിട്ട് ഭിന്നശേഷിക്കാർക്ക് രീതിയിലുള്ള, അതായത് ഇപ്പം ഇന്നത്തെ ആധുനിക വെഹിക്കിൾസ് എല്ലാം സെൻസറാണ്. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു BMW ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ വണ്ടി വന്ന് ഓട്ടോ ബ്രേക്ക് ആവും.
ഓട്ടോമാറ്റിക് ബ്രേക്ക്, വാഹന 360 ക്യാമറകൾ, GPS സിസ്റ്റം, ഓട്ടോ പൈലറ്റ് സിസ്റ്റം, ഇതൊക്കെ ആധുനികം വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ട് പറഞ്ഞ വളരെ ശരിയാണ്. ഒരു ഭിന്നശേഷിക്കാരന് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഡിഫറെന്റ് ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ ആരും ഇറക്കുന്നത് ഒരുപക്ഷെ കൊമേഴ്ഷ്യലൈസ് നഷ്ടമായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഓരോ ആളും യുണീക്കാണ്. ഈ ഓരോ ആൾക്കും വേണ്ടി വാഹനം ഇറക്കാന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് ഇറക്കാത്തത്. പക്ഷെ എന്റെ ഒരു സജഷൻ എന്താ വെച്ചാല്, ഇത്തരം ആളുകൾക്ക് ഒരു ഡിസൈൻ ചെയ്തൊരു അതോറിറ്റി, മീൻസ് ലൈസൻസ്ഡ് അതോറിറ്റി ഉണ്ടാകും. നിങ്ങൾ ഗവൺമെന്റിൽ ഉന്നയിക്കേണ്ട ആവശ്യം എന്താ? ഓരോ ആൾക്കും ഒരു ഏജൻസി XY, ആ ഏജൻസിക്ക് ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കുക. അവര് ഓരോ ഭിന്നശേഷിക്കാരനും പറ്റുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന വാഹനങ്ങളെ അവർക്ക് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിലേക്ക് നിങ്ങൾ നിർദ്ദേശം കൊടുക്കുക. സാധാരണ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പോളിസി മാറൂല. അപ്പൊ അങ്ങനെ മാറുമ്പോൾ ഈ കുറെ ആളുകൾക്ക് തൊഴിൽ മേഖലയിലേക്കും ടാക്സി ഓടിക്കുന്ന മേഖലയിലൊക്കെ വരാൻ പറ്റും. അതൊരു അഭിമാനം വർദ്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ നോർമൽ രീതിയിൽ ലൈസൻസിന് പോകുമ്പോൾ നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോ മനസ്സിലായത് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന ബൈക്കുകളിൽ പെട്ടെന്ന് ഇവർക്കും കൂടിയിട്ടുള്ളത് കൂടി ഇറക്കാനുള്ള മൂവ്മെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. അങ്ങനെയുണ്ട്. ഓൾറെഡി 3 വീലർ ബൈക്കൊക്കെ പലരും ഓടുന്ന ബൈക്ക് അങ്ങനെ തന്നെ ഇറക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ആൾട്ടർ ചെയ്യുന്ന ഒരു അതോറിറ്റിനെ ഗവൺമെന്റ് ഇന്ന സ്ഥലത്ത് ആൾട്ടർ ചെയ്ത് ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കുന്ന രീതിയിലേക്ക്. എനിക്കറിയാവുന്നത് റൂൾസ് ഇപ്പൊ പറയുന്നത് ഇൻക്ലൂസീവ് ആണ്. അവിടെ എവിടെ ലോകത്ത് എവിടെ ഇൻക്ലൂസീവ് എന്ന വാക്ക് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞ ഈ പോളിസിയിൽ മറികടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇൻക്ലൂസീവ് ഉള്ള സ്ഥലത്താണ്. അപ്പൊ ഇൻക്ലൂസീവ് കൊണ്ടുവന്ന സ്ഥലത്ത് ഇത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കും. അതല്ലേ റൂള്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങളിൽ നമുക്ക് നടത്താവുന്ന രീതിയിൽ ഇടപെടൽ നടത്താം. നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ ഇതിന്റെ സാധ്യതകളുണ്ടെന്ന് പഠിക്കും. നിങ്ങളാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇടപെടാം. പുതിയ സംഘടന ഉണ്ടാക്കിയിരുന്നു, ഓൾ ഇന്ത്യ അലയൻസ്. അതിന്റെയൊക്കെ പിന്നെ ഭാഗമായിട്ട് അതിന്റെ കീഴിൽ ഇതേപോലെ ഒരു മാസ് പെറ്റീഷനൊക്കെ കൊടുക്കാം. അതിന്റെ മൂവ്മെന്റില് അങ്ങനെ സർക്കാരിന്റെ കണ്ണു തുറത്തുകൊണ്ട് ഈ ഒരു മേഖലയിലെ ആളുകളെ ഇത് കൈപിടിച്ച് ഉയർത്തുക ചെയ്യുന്നത്. എല്ലാവരും ഒരേ ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ പിന്നെ വയ്യാത്തവരെ പിടിച്ചു ഉയർത്തണം, അപ്ലിഫ്റ്റ് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ ഭിന്നശേഷി മേഖലയിലെ ആളുകളെ എങ്ങനെയാണ് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോ പണ്ടൊന്നും ഇല്ലാത്ത ഭിന്നശേഷി ഫ്രണ്ട്ലി ബസ് വന്നു, ഭിന്നശേഷി ഫ്രണ്ട്ലി ഓഫീസുകൾ വന്നു, ടോയ്ലറ്റുകൾ വന്നു, പാർക്കിംഗ് വന്നു. കാലങ്ങൾ കൊണ്ട് നിങ്ങൾ സമരം ചെയ്തിട്ടും കാലങ്ങൾ കൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് നേടിയതാണ്. അതേപോലെ തന്നെ ഭിന്നശേഷി ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഹിക്കിൾസ് എല്ലായിടത്തും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. എല്ലാത്തിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോലത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ കേട്ടത്. കാനഡയിലും അത് നമുക്ക് സംസാരിക്കാം. ബന്ധപ്പെട്ട് ഞങ്ങളുടെ അതോറിറ്റിയുണ്ട്, ഫൗണ്ടേഷൻ, ഹസ്രത്തിനെ പോലത്തെ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാം. അതിന് സാധ്യതകളുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, ഒരുപാട് സന്തോഷം.